Welcome to BSc Complementary Physics, semester for 44th lecture, Complementary Physics, Electronics topic. Today we study the transistor biasing feedback resistor method. Feedback resistor method of transistor biasing. The second method of transistor biasing. That is the topic of discussion today. Complementary Physics, Electronics chapter. And here is the diagram for the feedback resistor method of biasing. Feedback resistor method of biasing, or it is also known as collector to base bias. Transistor collector to base bias. Transistor collector to base bias, or it is also called a feedback resistor method of bias. You see the diagram. Diagram നോക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിക്സഡ് ബയസ് പഠിച്ചിരുന്നു, അല്ലെങ്കിൽ ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഓഫ് ബയസിംഗ് പഠിച്ചിരുന്നു. ഫിക്സഡ് ബയസ് അല്ലെങ്കിൽ ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഓഫ് ബയസിംഗ് പഠിച്ചിരിക്കുന്നു. അതേ സർക്യൂട്ട് പോലെ അതുപോലെ തന്നെയുള്ള സർക്യൂട്ടാണ് ഇവിടെ വ്യത്യാസമുള്ളത്. മുമ്പത്തെ കേസ് നമ്മൾ ആർ ബി നോക്കുക. റെസിസ്റ്റൻസ് ആർ ബി ഉണ്ട്, ആർ സി ഉണ്ട്, ട്രാൻസിസ്റ്റർ ഉണ്ട്, ഒക്കെയാണ് വരച്ചിരിക്കുന്നത്. മുമ്പത്തെ ബയസിങ്ങിൽ ആർ ബി നമ്മൾ നേരിട്ട് മുകളിലോട്ട് വി സി സി സപ്ലൈ ചെയ്യും. വി സി സി മുകളിൽ ആ ബാറ്ററി അങ്ങനെ കാണിക്കുന്നതിന് പോലെ മുകളിൽ കാണിക്കാമേ, വി സി സി എന്ന് കാണിക്കാം. ഒരു വരയിട്ട് മേപ്പോട്ട് കാണിച്ചാൽ മതി. വി സി സി പ്ലസ് വി സി സി. അപ്പോൾ പ്ലസ് വി സി സിയിലേക്കാണ് ആ മുകളിലോട്ടാണ് ആർ ബി മുമ്പത്തെ പടത്തിൽ കൊടുത്തിരുന്നത്. ബേസ് റെസിസ്റ്റർ മെത്തേഡ് ബയസിംഗ്. നിങ്ങളത് പുറകോട്ട് പോയി നോക്കിയാൽ കാണാം. ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ ആർ ബി എടുത്തിട്ട് കളക്ടർ റെസിസ്റ്റൻസ് ആർ സി ഇല്ലേ, അതിന് താഴെ കൊടുക്കണം. അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നേരിട്ട് കൊടുക്കണം. അതായത് സപ്ലൈയിൽ കൊടുക്കരുത്. ആർ ബി സപ്ലൈ വി സി സിയിൽ കൊടുക്കുന്നതിന് പകരം എടുത്ത് നമ്മൾ കളക്ടറിലേക്ക് കണക്ട് ചെയ്യും. അത് ആർ സിക്ക് താഴെ കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്താൽ അത്തരം ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കളക്ടർ ടു ബേസ് ബയസ്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡ് ഓഫ് ബയസിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ എന്ന് പറയും. സോ നൗ വി ലുക്ക് വാട്ട് ഈസ് റിട്ടൺ ദെയർ. only 1 or 2 sentences, that's all, and its calculations. One of the ways to improve the bias stability എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് വി സി ഐ സി അത് സ്റ്റഡി ആയിട്ട് നിൽക്കണം. അതിന് നമ്മൾ bias stability എന്ന് പറയുന്നത്. One of the ways to improve the bias stability is to obtain a base bias voltage from the collector of the transistor instead of from the collector supply voltage വി സി സി. ഇപ്പോൾ സപ്ലൈ വോൾട്ടേജ് വി സി സിയിൽ നേരിട്ട് കിട്ടുന്നതിന് പകരം നമ്മൾ കളക്ടർ സർക്യൂട്ട് എടുക്കുകയാണ്. The circuit diagram of collector to base bias is given above. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം പഠിച്ചാൽ മതി, അത് മറ്റേ ഓട്ടോമാറ്റിക് ഓർക്കുകയെ. ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ ആർ ബി മുകളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ കളക്ടറിലേക്ക്, ട്രാൻസിസ്റ്റർ കളക്ടറിലേക്ക് ആർ സിക്ക് താഴെ നേരിട്ട് കൊടുത്താൽ മതി. അത്രയുള്ള വ്യത്യാസം. ഫസ്റ്റ് ഡയഗ്രാം പഠിച്ചാൽ സെക്കൻഡ് ഡയഗ്രാം ഒരു പ്രയാസമില്ല. ആർ ബി മാത്രം ഒന്ന് വളച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. ഇനി നമുക്കതിൻ്റെ സർക്യൂട്ട് അനാലിസിസ് നോക്കാം. എന്താണ് സർക്യൂട്ട് അനാലിസിസ്? അപ്പോൾ ഞാനത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സർക്യൂട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് കാണുക എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ എഴുതുന്നത് ക്യൂ എന്നാണ്. ക്യൂ വി സി ഐ സി. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അങ്ങനെയാണ്. യു ഗീവ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡ് ഓഫ് ബയസിംഗ് ആൻഡ് ഫൈൻഡ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വി സി ക്യൂ ഐ സി ക്യൂ ആണ്, അല്ലെങ്കിൽ വി സി ഐ സി ബ്രാക്കറ്റ് ഇട്ടിട്ട് ക്യൂ എന്ന് പറയും. ദ വാല്യൂ ഓഫ് ഈ വാല്യൂ ഓഫ് ആർ ബി ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആർ ബിയുടെ വാല്യൂ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റർ ആർ ബി റിക്വയർഡ് ടു ഗിവ് എ പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറന്റ് ഐ സി ആൻഡ് ബേസിക് കറന്റ് ഐ ബി ക്യാൻ ബി ഡിറ്റർമിൻഡ് ആസ് ഫോളോസ് യൂസിങ് ക്രിച്ചോഫ്സ് ലോ. ക്രിച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യണം. ക്രിച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കളക്ടർ സർക്യൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വി സി സി ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി പ്ലസ് ഐ സി ആർ ബി പ്ലസ് വി ബി ഇ. അപ്പോൾ അതിൽ നമ്മൾ ആർ ബി കാണുമ്പോൾ വി സി സി മൈനസ് ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി മൈനസ് വി ബി ബൈ ഐ ബി എന്ന് കിട്ടും. നമ്മളത് ട്രാൻസ്പോസ് ചെയ്തിട്ട് ആർ ബി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആർ ബി ബേസ് റെസിസ്റ്റർ എത്ര വേണം എന്നുള്ളത് ഈ ഇക്വേഷനിൽ കണ്ടുപിടിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ കളക്ടർ കറണ്ട് കാണുക എന്നുള്ളത്. കളക്ടർ കറണ്ട്. അപ്പോൾ നോക്കി ആ ഇക്വേഷൻ എഴുതിയതേ നമ്മൾ ക്രിച്ചോഫ്സ് ലോ നോക്കിയിട്ടാണ്. ഈ കളക്ടർ സൈഡ് നോക്കിയിട്ടാണ്. കളക്ടർ സൈഡ് നോക്കൂ. കളക്ടർ കറണ്ട് ഐ സി, ബേസിലെ കറണ്ട് ഐ ബി. അപ്പോൾ ആ രണ്ട് കറണ്ട് വന്ന് കീഴ്പോട്ട് പോകുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് അത്ര കറണ്ട് വരണം. ഐ ബി ഐ സിയും കൂടി ആയിരിക്കും മുകളിൽ നിന്ന് വരേണ്ടത്.
ആക്സിസ് താഴോട്ട് പോകുന്നു, ഐ സി പ്ലസ് ഐ ബി വരുന്നു. അവിടെ ഐ ബിയുടെ ആരോ ഇട്ടിക്കുന്നതിൽ ഒരു ചെറിയ വിഷമുണ്ട്. നോക്കിയേ, ലെഫ്റ്റ് സൈഡിലെ ആരോയാണ് ശരി. മുകളിൽ നിന്ന് ബാറ്ററിയിൽ നിന്ന്, ഇവിടെ പടത്തിൽ ഇത് ടെസ്റ്റ് പെടാണ്, ഞാനത് കണ്ടില്ല. അപ്പോൾ ബാറ്ററി വി സി സിയിൽ നിന്ന് കറണ്ട് മേപ്പോട്ട് വരുന്നത് ഐ കറണ്ടാണ് വരുന്നത്, ഐ സി പ്ലസ് ഐ ബിയാണ് വരുന്നത് ടോട്ടൽ കറണ്ട്. അപ്പോൾ ഈ സപ്ലൈയിൽ നിന്ന് വരുന്ന കറണ്ടിനെ നമുക്ക് ടോട്ടൽ കറണ്ടായിട്ട് വിളിച്ചാൽ, കാരണം താഴെ നോക്കിയാൽ അത് ഐ ആണല്ലോ, ഐ എന്ന് പറഞ്ഞാൽ സപ്ലൈയിൽ കറണ്ടാണ്. അപ്പോൾ മുകളിൽ ഐ തന്നെ ആയിരിക്കുമല്ലോ ആ ക്ലോസ് സർക്യൂട്ടിൽ. ഐ എന്ന് പറഞ്ഞാൽ ഐ സി പ്ലസ് ഐ ബി. അപ്പോൾ മുകളിലത്തെ കറണ്ട് ഐ സി പ്ലസ് ഐ ബി മാർക്ക് ചെയ്താൽ ആർ സിയിലൂടെ അത് വരും. എന്നിട്ട് താഴെ വന്നിട്ട് ഐ ബിയിലോട്ട് കുറച്ച് പോരും. ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരക്കണം, ഇടത്തോട്ട് വരക്കണം, കാരണം ലെഫ്റ്റ് ഇങ്ങോട്ട് മാറി കറക്റ്റാണ്, ബേസിലേക്ക് കയറണം. അപ്പോൾ ഐ ബി എന്നുള്ള മാർക്കരിക്കുന്ന സ്ഥലത്ത് ആരോ മാത്രം ഒന്ന് മാറിക്കണം നിങ്ങൾ. ഐ ബി എന്നുള്ള ആ മാർക്ക് ചെയ്ത് ആരും ഇടത്തോട്ടാക്കണം. ആ ഇടത്തോട്ട് ആരോ തന്നെയാണ് ഇപ്പുറത്തും കിടക്കുന്നത്. അപ്പോൾ എന്താ അർത്ഥം, മുകളിൽ നിന്ന് ഐ സി പ്ലസ് ഐ ബി വന്നു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ കളക്ടറിലേക്ക് ഐ സി പോകും, ബേസിലേക്ക് ഐ ബി പോകും എന്നർത്ഥം. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ക്ലോസ് സർക്യൂട്ടിന് നമ്മൾ ക്രിർച്ചോഫ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. എന്താണത്? വി സി സി ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി പ്ലസ് വി സി, കളക്ടർ എമിറ്റർ വോൾട്ടേജ് വി സി. എന്താണ് ഇക്വേഷൻ? ആ റൈറ്റ് സൈഡിൽ നമ്മൾ കെ വി എൽ ക്രിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ വി സി സി ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആർ സി പ്ലസ് വി സി. അപ്പോൾ ആ ഇക്വേഷനാണ് പ്രധാനപ്പെട്ട ഇക്വേഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കണ്ടോ? വി സി സിക്ക് ഐ സി പ്ലസ് ഐ ബി ആർ സി പ്ലസ്, അത് ലെഫ്റ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡ്. ഇത് റൈറ്റ് സൈഡ് ഇവിടെ നോക്ക്, ഈ കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഐ ബി കാണുന്ന ആദ്യം ഒരു ഐ സി കാണുന്ന ഇക്വേഷൻ, ഐ സി ആണെങ്കിൽ നമ്മൾ സർക്യൂട്ട് ലെഫ്റ്റ് സൈഡ് എടുക്കണം. ലെഫ്റ്റ് സൈഡിൽ ക്ലോസ് സർക്യൂട്ട് എടുക്കണം. അതായത് ഐ സി പ്ലസ് ഐ ബി വരുന്നു, ഐ സി പ്ലസ് ഐ ബി വരുന്നു, അത് വന്നിട്ട് ഇടത്തോട്ട് വരുന്നു. ഇടത്തോട്ട് വരുമ്പോൾ അത് ഐ ബി ആർ ബി ആയിട്ട് മാറും, ബി ബി അത് വി സി ആയിട്ട് മാറും. നമുക്ക് വി സി സി ആയിട്ട് രണ്ടിനും സങ്കല്പിക്കാം. ഒന്ന് ഐ സി പ്ലസ് ഐ ബി ആർ സി പ്ലസ് വി സി, രണ്ടാമത്തത് വി സി സി ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ആർ സി ഇടത്തോട്ട് എടുക്കണം, പ്ലസ് ഐ ബി ആർ ബി പ്ലസ് വി ബി, അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ റൈറ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന ബാറ്ററി വി സി സിയെ ലെഫ്റ്റ് സൈഡിൽ വരച്ചാലും കറക്റ്റ് ആണല്ലോ. അതിങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പുറത്തോട്ട് വരച്ചാലും കറക്റ്റ് ആണല്ലോ, കാരണം മുകളിൽ താഴെ കണക്ഷൻ ഉള്ളത്. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന വി സി സിയെ നേരെ പൊക്കി ലെഫ്റ്റ് സൈഡിൽ വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ കിർച്ചോഫ് അപ്ലൈ നോക്കിയേ, വി സി സി ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി പ്ലസ് ഐ ബി ആർ ബി പ്ലസ് ബി ബി. ആ ഇക്വേഷനാണ് ഇവിടെ നമ്മൾ ഈ കാണുന്നത്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റ് ഇക്വേഷൻ. അതിൽ നിന്ന് ആർ ബി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇക്വേഷൻ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ, റൈറ്റ് സൈഡിൽ അത് തന്നെ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഐ സി പ്ലസ് ഐ ബി ഐ സി ആർ സി പ്ലസ് ഐ ബി എന്ന് പറഞ്ഞാൽ അത് ഐ സി ബൈ ബീറ്റ ആണല്ലോ, കാരണം ബീറ്റ എന്ന് പറഞ്ഞാൽ ഐ സി ബൈ ഐ ബി ആണ്. അപ്പോൾ ഐ ബിയെ നമുക്ക് ഐ സി ബൈ ബീറ്റ എന്ന് എഴുതാം, ഇൻറ്റു ആർ ബി പ്ലസ് ബി ബി. ഈ ഐ ബി വളരെ ഫീബിളാണ് കേട്ടോ. ഐ സി ആയിട്ട് നോക്കുമ്പോൾ ഐ ബി വളരെ ഫീബിളാണ്. അതുകൊണ്ട് നമുക്ക് ഐ ബി കളയുമ്പോൾ ബി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് ഐ സി ബൈ ബീറ്റ ആർ ബി പ്ലസ് ബി ബി എന്ന് കിട്ടുക. ബി സഫിക്സാണ്, അത് 0.7 വരും ജെർമീനിയം ട്രാൻസിസ്റ്ററിന്. അപ്പോൾ അത് വീണ്ടും നമ്മളൊന്ന് മാറ്റുകയാണ്. ആ വി ബി ഇപ്പുറത്ത് കൊണ്ടുവരും, ബി സി സി മൈനസ് ബി ബി സിക്കൾ ആർ സി ഇൻറ്റു ആർ സി ഇപ്പുറത്തേക്ക് എടുത്ത് എന്നിട്ട് ആർ സി പ്ലസ് ആർ ബി ബൈ ബീറ്റ എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഐ സി കണ്ടാൽ വി സി സി മൈനസ് വി ബി ബൈ ആർ സി പ്ലസ് ആർ ബി ബൈ ബീറ്റ, ഇക്വേഷൻ നമ്പർ എ. ഇതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റിൻ്റെ കറണ്ട്. ഓപ്പറേറ്റിംഗ് പോയിന്റിന് കറസ്പോണ്ടിന് കറണ്ടാണിത്, ഐ സി ക്യൂ ആണിത്. വി സി സി മൈനസ് ബി ബി ബൈ ആർ സി പ്ലസ് ആർ ബി ബൈ ബീറ്റ. ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുമ്പോഴാണ് വി സി സി ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ആർ സി പ്ലസ് വി സി. നിങ്ങൾ ഒന്നുകൂടി പടത്തിലേക്ക് പോയി നോക്കുക. വി സി സി ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ആർ സി പ്ലസ് വി സി. ആ ബാറ്ററി റൈറ്റ് സൈഡിൽ സങ്കല്പിച്ചിട്ട് ആ ക്ലോസ്ഡ് ലൂപ്പിന് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ ദാറ്റ് ഈസ് വി സി ഇ, ആ ടേം ലെഫ്റ്റ് കൊണ്ടുപോയാൽ മതി. ബി സി സി മൈനസ് ഐ സി പ്ലസ് ഐ ബി ആർ സി
ദാറ്റ് ഇസ് വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി, ഇക്വേഷൻ നമ്പർ ബി. അപ്പോൾ എ എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് ഐ സി കാണാം, ആ ഐ സി കൊണ്ടുവന്ന് ഇവിടെ ഇടണം, ബിയിൽ ഇടണം. അപ്പോൾ വി സി കാണാം, വി സി ഇ ഐ സിയെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. അങ്ങനെ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും. ഐ സിയും കിട്ടി, വി സിയും കിട്ടി. ഇനി ഇതിനകത്ത് ഒരു ടേം ഉണ്ട്, ബയസ് സ്റ്റെബിലിറ്റി എന്ന് പറയും. ബയസ് സ്റ്റെബിലിറ്റി, അതായത് ഈ കിട്ടിയ ക്യൂ പോയിന്റ് സ്റ്റഡി ആയിട്ട് നിൽക്കണം, അതിനെയാണ് ബയസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കിയേ. ഇഫ് ദി കളക്ടർ കറണ്ട് ഇൻക്രീസസ് ഐദർ ഡ്യൂ ടു ഇൻഡിവിജ്വൽ വേരിയേഷൻ ഓർ ഡ്യൂ ടു തെർമൽ variation or due to thermal variation, the voltage drop across RC increases. That is IC plus IB RC increases. But from equation VC equal to VCC minus IC plus IB into RC, VCE decreases. But from this equation we can see that VCE decreases. അപ്പോൾ ഐ സി എങ്ങനെയാലും കൂടിയാൽ വി സി ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് കീപ്പ് ചെയ്യാൻ സാധിക്കും. VC equal IBRB plus VBE using Kirchhoff's law. ആ ലെഫ്റ്റ് സൈഡ് എടുത്താൽ മതി. So when VC decreases, IB decreases, then decrease in IB, the input current leads tends to decrease the collector current IC, output current, collector current IC and output current എന്ന് പറയുന്നത് to the original value. Thus there is better bias stability. അപ്പോൾ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ കറണ്ടിന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിന് വലിയ മാറ്റം സംഭവിക്കത്തില്ല. അതുകൊണ്ട് അതിനെയാണ് ബയസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇത്തരം ഒരു സർക്യൂട്ട് സ്റ്റെബിലിറ്റി ഫാക്ടർ ഉണ്ട് കേട്ടോ. സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആണ് എന്ന് കാണിക്കുന്ന ഒരു ഫാക്ടറാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ എസ്. ആ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇവിടെ കണ്ടിരിക്കുന്ന ഇതാണ്. ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ്, നമുക്കതിൻ്റെ പ്രൂഫ് ഒന്നും പഠിക്കാനല്ല. ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് ദി സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ബി പ്ലസ് ആർ സി ബൈ ആർ ബി പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ സി, അല്ലെങ്കിൽ അത് ബീറ്റ പ്ലസ് 1 ബൈ 1 പ്ലസ് ബീറ്റ ആർ സി ബൈ ആർ ബി പ്ലസ് ആർ സി അങ്ങനെ തെളിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ 2 എക്സ്പ്രഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദി എബോവ് ഇക്വേഷൻ ഷോസ് ദാറ്റ് stability factor less than beta plus 1, hence the stability of the circuit is better than that of the fixed bias circuit. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഫിക്സഡ് ബയസ് സർക്യൂട്ട്, ഈ ബേസ് റെസിസ്റ്റർ മെത്തേഡ് ബയസിങ്. അതിനേക്കാൾ ഇവിടെ സ്റ്റെബിലിറ്റി ഫാക്ടർ ബെറ്റർ ആണ്. അതുകൊണ്ട് ബെറ്റർ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടും. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഇത്തരം ഒരു സർക്യൂട്ടിൻ്റെ advantages. The circuit is simple as it requires only one resistor RB. The circuit provides more stabilization of the operating point. Disadvantages. The circuit does not provide good stabilization. ഇപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ആദ്യം പറയും, എന്നിട്ട് ഇവിടെ പറയും അത്ര വലിയ സ്റ്റെബിലൈസേഷൻ അല്ല. Though it is better than that of fixed bias. ഇപ്പോൾ കജാസിൽ പഠിച്ച ഫിക്സഡ് ബയസ് സർക്യൂട്ട് ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഓഫ് ബയസിങ്, അതിനേക്കാൾ ബെറ്റർ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും അത്ര ഗുഡ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയാനാവില്ല. ദ സർക്യൂട്ട് പ്രൊഡ്യൂസസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് വിച്ച് റെഡ്യൂസസ് ദി ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. അപ്പോൾ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടാണ്. ഫീഡ്ബാക്ക് നമുക്ക് പഠിക്കാനില്ല. ഫീഡ്ബാക്ക് സർക്യൂട്ട് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഗെയിന് ഈ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈ സിഗ്നൽ ഉയർത്തുന്ന കഴിവ് അല്പം കുറയാൻ സാധ്യതയുണ്ട്. ആംപ്ലിഫിക്കേഷൻ അല്പം കുറയാൻ സാധ്യതയുണ്ട്. Disadvantage. The circuit does not provide good stabilization. അതാണ് ഡിസഡ്വാൻറ്റേജ്. Though it is better than that of the circuit is, അത് നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്തതാണ്. ആ മുകളിൽ കാണുന്ന സെൻറ്റൻസ് തന്നെയാണ്. ആ റിപ്പീറ്റേഷൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഇതാണ്,
ക്വസ്റ്റ്യൻ ഇതാണ്, എസ് ആയിട്ട് ചോദിക്കും. പക്ഷെ മൂന്ന് ബയസിങ് ഉണ്ട്, മൂന്നും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ലാസ്റ്റാണ് ഇനി പറയാൻ പോകുന്ന മൂന്നാമതാണ് ഇമ്പോർട്ടൻറ്റ്. With the neat circuit diagram, explain the working of feedback resistor method of biasing, transistor biasing, obtain its operating point. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട എ ബി ഇക്വേഷൻ ഉണ്ട്, ഐ സിയുടെയും വി സിയുടെ ഇക്വേഷനാണ്. ക്രിച്ചഫ്സ് ലോ ഉപയോഗിച്ച് നമ്മൾ വായിക്കുന്നത് നോക്കി പഠിക്കണം. ആ വി സി സി ബാറ്ററി റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വിചാരിക്കുക. കാരണം ഒരു സൈഡിലുള്ളത് മറിച്ചിങ് കൊണ്ട് വെച്ച് ലെഫ്റ്റ് സൈഡിലാണ്, അവിടെ ക്രിച്ചഫ്സ് ലോ അപ്ലൈ ചെയ്യാം, റൈറ്റ് സൈഡിൽ ക്രിച്ചഫ്സ് ലോ അപ്ലൈ ചെയ്യാം, ക്രിച്ചഫ്സ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. ഇതൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം നമ്മൾ ഇക്വേഷൻ, നിങ്ങൾ ടെസ്റ്റിനകത്തുള്ളൊരു പ്രോബ്ലം തന്നെയാണ് ഇത് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ടെസ്റ്റിനകത്ത് ഒരു കാൽക്കുലേഷൻ കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രോബ്ലമാണിത്. in a feedback bias circuit of a silicon transistor, VC is 20 volt, RC is 1 k ohm, and feedback resistance RB is 100 k ohm. Determine the operating point. Beta is 100, VC is 20 volt, RC 1 k ohm, RB 100 k ohm, beta 100. Beta 100 പറഞ്ഞിരിക്കുക. For a silicon transistor, VB is equal to 0.7 volt. If the material of the transistor is not given, VB may be neglected. May be neglected, കേട്ടോ. ഇപ്പോൾ മെറ്റീരിയൽ സിലിക്കൺ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സിലിക്കൺ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഐ സി ക്വസ്റ്റ്യൻ മാർക്ക്, വി സി ക്വസ്റ്റ്യൻ മാർക്ക്, അതാണ് ടു ഫൈൻഡ് ഐ സി. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ ഐ സി നോക്കിയേ, നമ്മുടെ ഐ സിയുടെ ഇക്വേഷൻ പഠിച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂ എന്നാണ് വി സി ഐ സി ആണ്. ഐ സി കാണുന്ന രീതിയാണ് വി സി സി മൈനസ് വി ബി ഇ ബൈ ആർ സി പ്ലസ് ആർ ബി ബീറ്റ. ഞാൻ പിന്നെ ഇക്വേഷൻ നിങ്ങളുടെ നോട്ടിനകത്ത് എ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, അതാണ്. അപ്പോൾ വി സി സി ഇവിടെ 20 ആണ്, വി ബി സിലിക്കൺ ആയതുകൊണ്ട് 0.7 ആണ്, ആർ സി 1 k ആണ്, കെ തന്നെ ഇട്ടാൽ മതി. ആർ ബി 100 k ആണ്, പിന്നെ ബീറ്റ 100 ആണ്. അപ്പോൾ 100/100 അത് 1 വരും. അപ്പോൾ മുകളിൽ കുറയ്ക്കുമ്പോൾ 19.3 ബൈ 1 + 1, 19.3/2, 9.65 മില്ലി ആംപിയർ എന്ന് കിട്ടും. സ്മോളും ക്യാപിറ്റലിൽ. അങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഐ സി കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ വി സി ആണ്, കളക്ടറോമീറ്റർ വോൾട്ടേജ്. ഓപ്പറേറ്റിംഗ് പോയിന്റിൽ രണ്ടാമത്തെ കാര്യം വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി 20 മൈനസ് 9.65 കറണ്ട് ഇൻറ്റു ആർ സി 1 ആണ്. അപ്പോൾ 20 മൈനസ് 9.65 10.35 എന്ന് കിട്ടും. സോ ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂ ഈസ് ഈക്വൽ ടു വി സി ഐ സി ക്യൂ 10.35 വോൾട്ട്, 9.65 മില്ലി ആംപിയർ. പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു പടം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ വിഷമിക്കരുത്. പടം ഇവിടെ തന്നിട്ടില്ലല്ലേ, പടം തന്നിട്ടില്ല. ചിലപ്പോൾ ഈ സർക്യൂട്ട് ഇങ്ങനെ തരുമേ, നമ്മുടെ സർക്യൂട്ട് തന്നിട്ട് ആ സർക്യൂട്ടിനകത്തായിരിക്കും വാല്യൂ എഴുതുന്നത്. ഇത്തരം സർക്യൂട്ട് തന്നിട്ട് ആ സർക്യൂട്ടിനകത്ത് വാല്യൂ എഴുതും. അപ്പോൾ സർക്യൂട്ടിനകത്ത് വാല്യൂ എഴുതുമ്പോൾ നിങ്ങൾ സംശയിച്ച് നിൽക്കരുത്. ഈ ഇക്വേഷൻ നേരിട്ടങ്ങ് പഠിച്ചാൽ മതി. നമുക്ക് ഡെറിവേഷൻ നടത്തുക പറഞ്ഞ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇക്വേഷൻ നേരിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. ആ വി സിയുടെയും ഐ സിയുടെയും വി സി ഇയുടെയും ഇക്വേഷൻ പഠിച്ചാൽ മതി. ഒരു പ്രോബ്ലം കൂടി പറയുകയാണ്. ഇൻ എ ഫീഡ്ബാക്ക് ബയസ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസിസ്റ്റർ, സെയിം ടൈപ്പ് കേട്ടോ. വി സി സി ഈസ് 20 വോൾട്ട്, ആർ സി 2 k, ആർ ബി ഈസ് ഈക്വൽ 200 k ohm. കാൽക്കുലേറ്റ് മിനിമം ആൻഡ് മാക്സിമം കളക്ടഡ് കറണ്ട് ഇഫ് ബീറ്റ വേരീസ് ഫ്രം 50 to 200. ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രോബ്ലമാണ്. ബീറ്റ 50 വെച്ച് ചെയ്യുക, ബീറ്റ 200 വെച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബീറ്റ 50 വെച്ച് ചെയ്യുമ്പോൾ മിനിമം കറണ്ട് കിട്ടും. ബീറ്റ 200 വെച്ച് ചെയ്യുമ്പോൾ ബീറ്റ കൂടിയ കറണ്ട് കൂടുമല്ലോ, നമുക്ക് മാക്സിമം കറണ്ട് കിട്ടും. അപ്പോൾ ആൻസർ നോക്കിയാൽ വി സി സി ഈക്വൽ ടു 20 വോൾട്ട്, ആർ സി 2 k ohm, ആർ ബി 200 k, ഐ സി ക്വസ്റ്റ്യൻ മാർക്ക്. 2 കേസസ്. ഒന്ന് ബീറ്റ 50 ആയുള്ള കേസ്. അപ്പോൾ ഐ സിയുടെ ഇക്വേഷൻ ബി സി സി മൈനസ് വി ബി ബൈ ആർ സി പ്ലസ് ആർ ബി ബൈ ബീറ്റ. ഇക്വേഷൻ നമ്പർ 1 അങ്ങ് ഓർത്തിരിക്കുക. നമ്പർ 1, ഐ സി ഇസ് മിനിമം വെൻ ബീറ്റ ഇസ് 50. ബീറ്റയുടെ ചെറിയ വാല്യൂ എടുക്കുമ്പോൾ ഐ സി മിനിമം ആയിരിക്കും. കാരണം ബീറ്റ എന്ന് പറഞ്ഞാൽ ഐ സി ബൈ ഐ ബി ആണല്ലോ. ഐ ബി കുറവാണെങ്കിൽ ഐ സിയും ബീറ്റ കുറവാണെങ്കിൽ ഐ സിയും കുറവായിരിക്കും. സോ ഐ സി മിനിമം ഈസ് ഈക്വൽ ടു ആ ഫോർമുലയിൽ കൊടുക്കുക 20 മൈനസ് 0/20 പ്ലസ് 200/50. വി ബി എസ് കൊടുക്കുക. കാരണം ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, സിലിക്കൺ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വി ബി 0 എടുക്കുക.
അപ്പോൾ 20-0/2 + 200/50 എന്ന് വരും. അപ്പോൾ 20/2 + 4 20/6 3.33 mA എന്ന് കിട്ടും. പിന്നെ രണ്ടാമത് IC ഈസ് മാക്സിമം വെൻ ബീറ്റ ഈസ് 200. ബീറ്റ കൂടുതലാണെങ്കിൽ IC മാക്സിമം ആയിരിക്കും. സോ IC മാക്സ് 20 - 0 VB is 0 by 2 + 200/200 20/2 + 1 20/3 6.67 mA. അപ്പോൾ ബീറ്റയുടെ ചെറിയ വാല്യൂ വെച്ച് ചെയ്താൽ നമുക്ക് IC മിനിമം കിട്ടും. ബീറ്റയുടെ വലിയ വാല്യൂ വെച്ച് ചെയ്താൽ നമുക്ക് IC മാക്സിമം കിട്ടും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ കിർച്ചോഫ്സ് ലോ ശരിക്കും ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ കാൽക്കുലേഷൻ പ്രയാസമായിട്ട് തോന്നും. ഒന്നിട്ട് നോക്കാം പടത്തിൽ. ഈ ബാറ്ററി VCC അത് അങ്ങനെ വരക്കാറുള്ളത് നമ്മൾ നേരത്തെ പറയാം. മുകളിലോട്ടൊരു പോയിന്റ് ഇട്ട് കാണിക്കുകയുള്ളു, താഴെ ഗ്രൗണ്ട് ചെയ്യും, എന്നിട്ട് VCC മുകളിലോട്ട് എഴുതി പ്ലസ് എന്ന് എഴുതും, എന്നിട്ട് അവിടെ VCC എന്ന് എഴുതും. അപ്പോൾ ആ ബാറ്ററി നമുക്ക് റൈറ്റ് സൈഡിൽ വിചാരിക്കാം, ലെഫ്റ്റ് സൈഡിൽ വിചാരിക്കാം. റൈറ്റ് സൈഡിൽ വിചാരിച്ച് കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ VCC = IC + IB × RC + VC. കളക്ടർ എമിറ്റർ വോൾട്ടേജ്, മുകളിൽ കളക്ടറും താഴെ എമിറ്ററുമാണ് VC. ഒരു ഇക്വേഷൻ. ഇപ്പുറത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? ബാറ്ററി ഇപ്പുറത്ത് കളക്ടർ വിചാരിക്കും. VCC = IC + IB × RC + IB RB + VB എന്ന് വരും. അങ്ങനെ ഇക്വേഷൻ എടുക്കുക. ഈ രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോഴാണ് IC കിട്ടുന്നത്, റൈറ്റ് സൈഡിൽ എടുക്കുമ്പോഴാണ് VC കിട്ടുന്നത്. ഈ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ മെത്തേഡ് പഠിക്കുമ്പോൾ പിന്നെ ആ സംശയം മാറും. അപ്പോൾ VCCക്ക് 2 പൊട്ടൻഷ്യൽ ഡിവൈഡിങ് ആണ് കൊടുക്കുന്നത്. റൈറ്റ് സൈഡിൽ കൊടുക്കുക, ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുമ്പോൾ നമുക്ക് IC കിട്ടും, റൈറ്റ് സൈഡിൽ കൊടുക്കുമ്പോൾ നമുക്ക് VCE കിട്ടും. ഓർത്തിരിക്കണം, VCE IC വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. That is all. Thank you very much.